ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ച പാൽക്കാലം നമുക്ക് ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കടന്നവരെയും യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെയും ചോദിച്ചുകൊള്ളുന്നു. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 32 ഈ സങ്കീർത്തനെ കുറിച്ചുള്ള ഒരു ആമുഖവും അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനെ കുറിച്ച് പറയുവാണെങ്കിൽ ക്ഷമിക്കപ്പെട്ടവന്റെ ഗീതം എന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരി പ്രത്യേകതകൾ ഈ സങ്കീർത്തനുണ്ട്. ഈ സങ്കീർത്തനം ധ്യാന സങ്കീർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിലെ 13 സങ്കീർത്തനങ്ങളിലെ ആദ്യ സങ്കീർത്തനമാണ് 32 സങ്കീർത്തനം. പിന്നെ ഒരു പ്രബോധന ഗീതമാണ്. പിന്നെ അനുതാപ സങ്കീർത്തനങ്ങളിൽ രണ്ടാമതാണ്. ഇനി അനവധി പ്രത്യേകതകൾ ഈ സങ്കീർത്തനമുണ്ട്. മാത്രമല്ല വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ ഒരു ദൈവഭയത്തിനോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ വിശ്വാസത്തിനോടനുബന്ധിച്ചിട്ടുള്ള തൻ്റെ ഉറപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു 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 അടിസ്ഥാനം അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന സങ്കീർത്തനം കൂടിയാണ് ഈ സങ്കീർത്തനം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വാക്കിൽ കൂടെ റോമർക്കെഴുതിയ ലേഖനം 4-8 വാക്യങ്ങളിൽ നിന്ന് ഈ എഴുത്തുകാരനായ ദാവീദിനെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഭയാനകമായ ഒരു പാപത്തെ തുടർന്ന് തനിക്കുണ്ടായ പശ്ചാത്താപത്തെയും പാപക്ഷമയെയും വെളിപ്പെടുത്തുന്നതാണ് ഈ സങ്കീർത്തനം. ആയതിനാൽ തൻ്റെ ജീവിതത്തിൽ വന്ന ആ ഭയാനകമായ പാപം അല്ലെങ്കിൽ ബേത്ശേബ എന്നുള്ള ഒരു പാപത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ താൻ കുറ്റം ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തനമാണ് ഏത് സങ്കീർത്തനം? 51 സങ്കീർത്തനം. ഇതെന്ന് പറഞ്ഞാൽ പാപക്ഷമ ലഭിച്ചതിന് ശേഷമുള്ള ഒരു ഒരു തൻ്റെ വാചകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ 51 സങ്കീർത്തനം കഴിഞ്ഞാണ് എന്ത് വന്നിരിക്കുന്നത്? 32 സങ്കീർത്തനം വന്നിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. കൂടാതെ യഹൂദന്മാരുടെ പാപപരിഹാര പെരുന്നാളിൽ ഈ ഒരു സങ്കീർത്തനം ആലപിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കണമേ എന്നുള്ളതല്ല, ക്ഷമിച്ചതിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം ലഭിച്ചു എന്നുള്ള ഉറപ്പിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ഒത്തിരി ദൈവിക സത്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആഴത്തിൽ ഒത്തിരി പേര് ചിന്തിച്ചിട്ടുള്ളതാണ്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ചില ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനം നമ്മൾ ധ്യാന വിധേയമാക്കുമ്പോഴോ പഠിക്കുമ്പോഴൊക്കെ പലവിധ ഭാഗങ്ങളായി തിരിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 2 ഭാഗങ്ങളായിട്ടാണ്. അതിൻ്റെ ആദ്യം 1 മുതൽ 6 വരെ, അതായത് ഈ സങ്കീർത്തനം ആകെ 11 വാക്യങ്ങളുള്ളൂ. ഇതിൽ 1 മുതൽ 6 വരെയുള്ളത് വിശ്വാസത്തിലുള്ള നീതീകരണം എന്ന ചിന്തയെ ആസ്പദമാക്കിയും 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പാപക്ഷമ ലഭിച്ചതിന് ശേഷമുള്ള സന്തോഷത്തിൻ്റെ ആ ഭാഗമായിട്ട് 2 ഭാഗമായി നമ്മൾ തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ആമുഖമായിട്ട് പശ്ചാത്തലമായിട്ട് പറഞ്ഞാണ് നമ്മൾ സംഗീതത്തിൽ കിടക്കാം. ഇതിലേക്ക് കടക്കുമ്പോൾ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലുള്ള നീതീകരണം എന്ന വിഷയത്തെയാണ്. അപ്പോൾ നീതീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, നീതീകരണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. നമ്മുടെ കഴിവോ കുടുംബ പശ്ചാത്തലമോ നമ്മുടെ ശ്രമങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളോ കൊണ്ടോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളോ ഇതൊന്നും കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? നീതീകരിക്കപ്പെടുവാൻ, നീതിമാനായി തീരുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ എതിലൂടെ കഴിയത്തുള്ളൂ? വിശ്വാസത്തോട് കഴിയുള്ളൂ. ഇതാണ് ആദ്യ ഭാഗത്ത് വിവരിക്കുന്നത്. ആ ഭാഗം നമുക്ക് ചിന്തയിൽ കിടക്കാം. ഇതിന്റെ ആധാരമായി നമുക്ക് വായിക്കാം. ഇതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇവിടെ പറയാ, ലംഘനം ക്ഷമിച്ചും പാപമറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ. അപ്പൊ ഇവിടെ 2 ഭാഗ്യവാന്റെ കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോ ഈ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നില്ല അല്ലേ? ഞാനത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോറിയിൽ വെച്ചിരിക്കുന്നത് എന്തായിരിക്കും? കേരള ഭാഗ്യക്കുറി, അങ്ങനെ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം. ഇപ്പം ഇതിലേക്ക് കൂടുതൽ ഇപ്പോൾ ജോസഫിൻ്റെ ലോട്ടറി അടിച്ചെന്ന് പറയാൻ എന്തായിരിക്കും സ്ഥിതി? ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ ഈ ഭാഗ്യാവസ്ഥയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജോസഫ് മാത്രം നമുക്ക് ഓരോ കൂട്ടാം. ഇനി അത് ആരും വിഷമിക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിൽ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ സംഗീതത്തിൽ മാത്രമല്ല വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ ഈ ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കടന്നു വരാം. ഇവിടെ പറയാ, എന്തായാലും എങ്ങനെ ക്ഷമിച്ച് പാവം മറിച്ച് കിട്ടിയവൻ ഭാഗ്യവാൻ, അകൃത്യം ആത്മാവിൽ കപടമില്ലാത്തവൻ ഭാഗ്യവാൻ. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സങ്കീർത്തനം 1 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? അതിൽ കടന്നു വരുമ്പോൾ എന്താ അവിടെ പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തെ
ന്യായപ്രമാണം സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പിന്നെ പറയാണ് 112:1 പറയാണ്, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 17:7 പറയാ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സംഗീതം 34:8 കാണാം. അതുപോലെ പറയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യാക്കോബ് 1:4 പറയാം. അപ്പോ പിന്നെ നമുക്ക് കാണാൻ കഴിയും ലൂക്കോസ് 11:18 പറയാ, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനത്രേ ഭാഗ്യവാൻ. മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ 5-ാം അധ്യായം 3 മുതൽ 12 വരെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഭാഗ്യവാന്മാരെ നിരയാണ് അല്ലേ. എന്താ പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലേ, ഒത്തിരി ഭാഗ്യവാന്മാർ നിര നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും ഭാഗ്യവാനും നമുക്കവിടെ കാണാൻ പറ്റും. പക്ഷേ ഞാനപ്പോൾ എന്താണ് അവിടെ ഈ പദത്തിൽ എന്താ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് അതിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നമുക്കറിയാം, ഭാഗ്യം എന്ന് പറഞ്ഞ ആ പദത്തെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആകസ്മികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ലോട്ടറി, 1000കണക്കിന് ലോട്ടറി ഉണ്ട്, അതിന് ഒരു ലോട്ടറി അടിക്കുമ്പോഴാണ് ഈ ഭാഗ്യത്തിൻ്റെ ഫീലിംഗ് ഉള്ളൂ അല്ലേ. ഒന്നാം പ്രൈസ് എല്ലാവർക്കും അടിക്കത്തില്ല. അതായത് ക്രമരഹിതമായി നടക്കുന്നത്, എല്ലാവരും ലോട്ടറി എടുത്ത് എല്ലാവർക്കും ലോട്ടറി അടിക്കുമോ? ഇല്ല. ഇതാണ് ഒരു ഭാഗ്യാവസ്ഥ. അപ്പോൾ നോക്കിയപ്പോൾ ഒന്ന് മനസ്സിലാക്കിയത്, ബൈബിളിൽ ഈ ഭാഗ്യം എന്ന പദം ഇല്ല. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ബ്ലെസ്ഡ് പീപ്പിൾ, ബ്ലെസ്ഡ് എന്ന് കാണാൻ കഴിയുന്നത്. ഇനി ഭാഗ്യം എന്നൊരു കൺസെപ്റ്റും ഈ വിധി എന്ന് പറഞ്ഞ കൺസെപ്റ്റും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല, ഇതിൽ കാണാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറേ പേരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അടിക്കുന്നതല്ല, ഇത് ആഗ്രഹിക്കുന്ന, സമർപ്പിക്കുന്ന, സ്വീകരിക്കുന്ന, എല്ലാവർക്കും അടിക്കുന്ന ഒന്നാണ്. ആമേൻ. അപ്പോൾ ഈ ഭാഗ്യം എന്ന പദത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലേ, അങ്ങനെ നമ്മൾ ചേർത്ത് അത് വായിക്കേണ്ടതായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് പരിഭാഷയുടെ സമയത്ത് ഈ നമ്മുടെ ആ പരിഭാഷ നടത്തിയപ്പോൾ എൻ്റെ ചിന്തയാണ്, അവരുടെ ഉള്ളിൽ വന്നൊരു ഒരു സന്തോഷം, അതായത് യേശുവിനെ അറിഞ്ഞു, എൻ്റെ പാപത്തിൻ്റെ കടം അത് ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞുള്ള ആ സന്തോഷം സഹിക്കുകയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉന്നതിയിൽ അവർ കൊടുത്തു ഭാഗ്യമെന്ന്. നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥവും ഇതിൻ്റെ നമ്മുടെ വികാരങ്ങളൊക്കെ വെച്ചാണ് നമ്മളിൽ കടന്നു പോകുന്നത്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ആ രീതി ചിന്തിക്കുന്നവർക്ക് ഇതെന്താ, ഇത് ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ബൈബിൾ പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായി കാണുന്നു. ഇനി ഇതെന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടി പറഞ്ഞാൽ നമുക്ക് അതിൽ കിടക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അബ്രഹാം ഇസാക്കിനെ എടുക്കാം. അബ്രഹാം യാഗം കഴിക്കാൻ കടന്നു പോയപ്പോൾ എന്ത് കണ്ടു? ഇസാക്കിനെ കൊണ്ടാ പോകുന്നതല്ലേ, അവരുടെ കയ്യിൽ എന്തില്ല, യാഗമില്ല. പക്ഷെ പെട്ടെന്ന് അവിടെ ചെന്ന് ഒരു ഭാരപ്പെട്ടി ചെന്നപ്പോൾ അവിടെ എന്ത് കണ്ടു? എന്താ കണ്ടേ? ഒരു ആടിനെ കണ്ടു. ഓ, ഭാഗ്യത്തിൽ ഒരു ആടിനെ കണ്ടു. അങ്ങനെയല്ല, അത് ഒരുപക്ഷെ നമ്മുടെ വിചാരത്തിൽ നമുക്ക് അങ്ങനെ പറഞ്ഞേക്കാം, പക്ഷെ ദൈവം മുന്നമേ അത് ഒരുക്കി എന്നല്ലോ. രൂത്തിനെ കുറിച്ച് നോക്കുമ്പോൾ രൂത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേ ഭാഗ്യവശാൽ എവിടെ വന്ന് കിട്ടു? മലയാളം പരിഭാഷയിലൊക്കെ അങ്ങനെ കാണുന്നേ. പക്ഷെ ഭാഗ്യവശാലല്ല, ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി വന്നാണ് അത്. ആമേൻ. അതിനങ്ങനെയാണ് പറയണ്ടേ. അങ്ങനെ നമ്മൾ ഒത്തിരി സംഭവങ്ങൾ കാണാം. റോമക്കയിലാണ് 8-ാം അധ്യായം 28-ാം വാക്യം വായിച്ചത്. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഈ സകലവും ദൈവത്തെ വിളിക്കപ്പെട്ടവർക്കും നിർണയപ്രകാരം സകലവും നന്മയ്ക്കായി സകലവും നന്മയ്ക്കായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല, എല്ലാം ഭാഗ്യമാണ്. സകലവും നന്മയ്ക്കായ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇത് നമ്മളുള്ള ഉറപ്പുണ്ടായിരിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ദൈവം എത്രയോ ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കണം. അത് ആ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ സങ്കീർത്തനത്തിന്റെ കൂടെ നമുക്ക് ചേർന്ന് കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറേ പേര് നമ്മളെല്ലാവരും ശ്രമിക്കാം, നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കും എന്ന വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. നമുക്ക് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസം. അത് സംശയത്തോടെ പെടുവായിരിക്കുമോ, നിങ്ങളൊന്നും സ്വർഗത്തിൽ പോവില്ല എന്ന് പറയുമ്പോൾ ശരിയാ ഞാൻ പോകത്തില്ലായിരിക്കും അല്ലേ, ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല. നമ്മൾ വിശ്വസിക്കുന്നോ നമ്മൾ പോകും. ആ ഉറപ്പ് പ്രാപിച്ച ഒന്നാണ് എന്താണ് ഈ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ഈ സന്ദേശം. ഇനി 1-ാം വാക്യത്തിൽ നമ്മൾ കിടക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ കാണാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും. 3 പദങ്ങൾ അവിടെ പ്രത്യേകിച്ച് കാണുവാൻ കഴിയും. അതായത് മനുഷ്യ ജീവിതത്തിലെ തെറ്റായ പ്രവണതകളെ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികളെ 3 എബ്രായ വാക്കുകൾ കൊണ്ട് വിവരിച്ചിരിക്കുന്നതാണ്
ഈ 3 പദങ്ങൾ ഏതൊക്കെയാണ്? ലംഘനം, പാപം, അകൃത്യം. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? ഇതിന് വല്ല പ്രത്യേകത തോന്നാറുണ്ടോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ ലംഘനം എന്ന് പറയും, പാപം എന്ന് പറയും, അകൃത്യം എന്ന് പറയും. നമുക്ക് ഇതെല്ലാം ഒരുപോലെയാണ് അല്ലേ? അപ്പൊ ഇതിനെല്ലാം വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലംഘനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിയമം വെച്ചിരിക്കുക, നമ്മളത് ലംഘിക്കുക. ഇപ്പൊ 100 കിലോമീറ്റർ മുകളിൽ പോരെന്ന് പറയുമ്പോൾ അത് നമ്മൾ ലംഘിച്ച് 140ലേക്ക് പോകുമ്പോൾ നിയമലംഘനം. അപ്പോൾ ലംഘനം എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പനകൾ ലംഘിക്കുന്ന. 2 പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒത്തിരി പേരെ സംശയമാണ്, ഞാൻ പക്ഷേ അത് ചെയ്ത പാപമാണോ, ഇത് ചെയ്ത പാപമാണോ, അങ്ങനെ ചെയ്ത പാപമാണോ? എല്ലാ നമ്മൾ ഡിസ്കഷനിലോ അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഒത്തിരി വരാറുണ്ട്. ഒത്തിരി പേർക്ക് ഇത് പാപമാണ്, പാസ്റ്റ് പാപമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമായി, പിന്നെ നമുക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയ പോലെ അല്ലേ? അപ്പൊ എന്ത് ഈ പാപം? പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? അതായത് എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ പാപമാണോ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? നമ്മുടെ പോക്ക് ലക്ഷ്യം തെറ്റിയിട്ടാണെങ്കിൽ അതെന്താ? പാപം അല്ലേ? വളരെ എല്ലാ കാര്യത്തിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലക്ഷ്യമുണ്ട്, ഈ ലക്ഷ്യത്തിന് നമ്മൾ തെറ്റിക്കുന്നതാണോ നമ്മുടെ പ്രവൃത്തി? അതെന്താ? വളരെ സിമ്പിൾ. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം തെറ്റി. നമ്മുടെ ലക്ഷ്യം എന്താ? ആദ്യം അത് ഫിക്സ് ചെയ്യണം. ജോസഫിന്റെ മെസ്സേജിൽ നമ്മൾ പറയണമായിരുന്നു, നമ്മുടെ ആ ലക്ഷ്യം നമ്മൾ ഇങ്ങോട്ടാ പോകുന്നതെന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യത്തെ വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? നമുക്കൊരു ടാർഗറ്റ് ഇല്ല. നമ്മൾ ആരോട് പറഞ്ഞ പോലെ ഈ പണ്ട് കേബ്ര മുസ്ലിം പറഞ്ഞു ന്യൂട്രൽ ഒരു പോക്കാണ്. അതായത് പിന്നെ ആള് പറഞ്ഞു ന്യൂട്രൽ എന്ന് പറയുമ്പോൾ 2 ഗിയർ നമുക്കൊരു ബന്ധമില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങനെ പോയാൽ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റില്ല. നമുക്ക് ലക്ഷ്യമുണ്ട്, എന്താ? എത്തിയതാണ്. അവിടെ ചെല്ലാന്ന നമ്മുടെ ലക്ഷ്യം. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ എല്ലാവർക്കും ഒരു ലക്ഷ്യമുള്ളൂ, എന്താ? അവന്റെ അരികിൽ എത്തിച്ചേരും. അപ്പൊ ഇത് തെറ്റിക്കുന്ന സംഭവമാണ് നമ്മുടെ അത് ചെയ്യുന്ന പരിപാടി എങ്കിൽ അതെന്താ? ഇതാന്ന് മനസ്സിലാക്കുക. ഇനി അകൃത്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ അറിയിക്കുന്ന, മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്ത തെറ്റാ. അതിന് ശിക്ഷ ഓൾറെഡി അതിനകത്ത് നമുക്ക് ഉറപ്പാ, എല്ലാം കൂടെ ഉറപ്പാ. ശിക്ഷ അറിയിക്കുന്ന നീചമായ പ്രവൃത്തിയാണ് അകൃത്യം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ വരുന്ന 3 തെറ്റായ പ്രവണതകളെ 3 എബ്രായ വാക്കുകൾ കൊണ്ട് വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ പറയാം, ഒരു വാക്യം കൊണ്ട് വായിക്കാം. സങ്കീർത്തനം 103 10-12 വാക്യം. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തോളം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോളം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിയെ ഉയർത്തിയിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരുടെ വലുതായി. നോക്കിയേ, ഇവിടെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സങ്കീർത്തനം 103 10-12 വാക്യങ്ങൾ, പുറപ്പാട് അതിന്റെ 34:7, യെശയ്യാവ് 53:5, ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ 3 പദങ്ങളും അവിടെ പ്രയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലംഘനം ക്ഷമിച്ചു. ലംഘനം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിച്ചത് ദൈവം എന്ത് ചെയ്തു? കുറേ കൽപ്പനകൾ ദൈവം വെച്ച് നമ്മൾ തെറ്റിച്ചു, ആ ദൈവം നമ്മോട് ക്ഷമിച്ചു. ഇനി പാപം, നമ്മൾ വഴിതെറ്റി പോയത്, ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയത് ദൈവം എന്ത് ചെയ്തു? മറച്ചു. നമ്മുടെ അകൃത്യം, നമുക്ക് പനിഷ്മെന്റ്, ശിക്ഷയ്ക്ക് വിധേയമായ ചില കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തു? എന്താ ചെയ്തേ? കണക്കിടാതെ അതാണ് വെട്ടിക്കളഞ്ഞു. ആരാന്ന് പറയണേ? ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ആൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മുടെ ജീവിതത്തിലെ ഇത് നമുക്ക് ഒന്നും കൊടുത്ത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒന്നും ഈ കടം വീട്ടാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഭയാനകമായ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് തന്നെ പറയാൻ പറ്റും, അതുപോലെ തെറ്റിലേക്ക് താൻ കടന്നുപോയത് നമുക്ക് എവിടെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത്രയും വലിയൊരു പ്രശ്നത്തിൽ താൻ കടന്നുപോയിട്ട് അവിടെ ആ പാപക്ഷമ തമ്മിൽ ലയിച്ചുപോ താൻ പറയാ തനിക്ക് ഏറ്റവും വലുത് എന്താ? അനുഗ്രഹം എന്താ? താൻ രാജാവായതല്ല, പരിവാരങ്ങളുള്ളതല്ല, കുറെ ആൾക്കാർ കൂടെ വന്നതല്ല, വിവിഷ്ടമായ ഭക്ഷണം കഴിച്ചതല്ല. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഭാഗ്യം എന്താ? ലംഘനങ്ങൾ ക്ഷമിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അതാ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ലംഘനങ്ങളെ ഓർത്ത് നോക്കിയാ അതാ സംഗീതത്തിൽ പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തോണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ഉദയ അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ ലംഘനങ്ങളെ എന്ത് ചെയ്യുന്നു? നമ്മോട് അകറ്റിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയാൽ, ആ ദൈവത്തിന്റെ ആ വലിപ്പം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും.
ഇനി ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അതിനോട് ചേർന്ന് പറയുന്ന 4-ാമത്തെ ഒരു പദമുണ്ട്. എന്താ അറിയോ? ആ വാക്യം 2-ാം വാക്യത്തിന്റെ അവസാനം, ആത്മാവിൽ കപടം ഇല്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പോ ഈ കപടം എന്ന് പറഞ്ഞാൽ എന്താ? കപടം എന്ന് പറഞ്ഞാൽ എന്താ? കപടത്തിന്റെ ഉറവിടം എവിടെയാ? നമ്മുടെ മുഖമാണോ? നമുക്ക് മുഖത്തേക്കൂടെ നല്ല ചിരിച്ച് സന്തോഷമായിട്ട് ഒരാളത്ത് ചെല്ലാൻ പറ്റൂലേ? പക്ഷെ മനസ്സിനകത്തിരിക്കണ എന്താ? ശരിയാടാ അല്ലേ? കാണുന്നുണ്ട്, പണി നമുക്ക് തരാം, സമയമാവട്ടെ അല്ലേ? അങ്ങനെ കാണിക്കാം. അപ്പൊ ഇതിന്റെ ഉറവിടം എവിടെയാണെന്നറിയോ? യിരെമ്യാവ് പ്രവചന പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. യിരെമ്യാവ് 17:9. നോക്കിയേ. അപ്പൊ ഇതിന്റെ ഉറവിടം എവിടെയാ? ഹൃദയത്തിനകത്താ. സംഗീതക്കാരനായ ദാവീദ് പറയാ, ഒന്നുകൂടി കടന്ന് എന്ന് പറയാ, ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ അല്ലേ? പുറമേ നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ ഒരു ഭാഗ്യവാന്റെ അവസ്ഥ, അനുഗ്രഹിക്കപ്പെട്ടവന്റെ അവസ്ഥ പറയാ, ആത്മാവിൽ കപടമില്ലാതെ നമ്മൾ സമീപിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കപടമില്ലാതെ, രണ്ട് മുഖമില്ലാതെ, അല്ലെങ്കിൽ ചില സത്യങ്ങളെ മറച്ചു വെച്ച് തെറ്റായ ചില ചിത്രീകരണങ്ങൾ നടത്തുന്നതല്ലാത്ത ഒരു ആത്മാവ് നമുക്കുണ്ടെങ്കിൽ എന്താ പറയുന്നേ? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാന്ന്. ഇപ്പൊ മറ്റൊരു നോക്കിയവർ പറയും, നിങ്ങൾ അനുഗ്രഹിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് ഭാരപ്പെടണ്ടെന്ന്. ആത്മാവിനകത്ത് കപടമില്ലാത്ത മനസ്സുണ്ടെങ്കിൽ, ആമേൻ, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അങ്ങനെ ഒരു നിലപാടൊരു വ്യക്തിയോട് എടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മറ്റൊരു നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞേക്കാം, അത് പ്രശ്നമല്ല. പക്ഷെ ഈ നമ്മുടെ ഉള്ളിനുള്ളിൽ നമുക്കൊരു ഉറപ്പ്, നമ്മുടെ ആത്മാവിൽ കപടമില്ലാതെ ചെയ്തൊരു കാര്യമെങ്കിൽ നമ്മൾ ഭാഗ്യാവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പോ ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ഇനി 3-ാം വാക്യത്തിലേക്ക് കിടക്കാം. നമുക്ക് 3-ാം വാക്യം, 3-4 വാക്യം വായിക്കാം. ഇവിടെ പറയും, ഞാൻ മിണ്ടാതിരുന്നപ്പോ, മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇവിടെ മിണ്ടാതിരിക്കുന്നത് നല്ലൊരു സംഗതിയല്ല എന്ന് പറയണേ. അവിടെ മിണ്ടണം എന്നുള്ള തന്റെ ജീവിതത്തിൽ ഈ പാപം കടന്നു വന്നപ്പോ തനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. തനിക്ക് എന്താ ഉണ്ടായ അനുഭവം? ഈ പാപം ചെയ്തിട്ട് മിണ്ടാതിരുന്നു അല്ലേ? ഇരുന്നപ്പോ എന്ത് സംഭവിച്ചു? നിത്യമായ ഞെരുക്കത്തിൽ തന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന പോലെ അനുഭവം. നമുക്ക് തോന്നി ഇവൻ തെറ്റ് ചെയ്തിട്ട് നടക്കുക, നാദാം പ്രവാചകൻ വരുന്നവരെ പുട്ടടിച്ച് കിടക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ ചിന്ത. പക്ഷെ ദാവീദ് തന്റെ ഉള്ളിൽ നിന്ന് പറയാ, ഞാൻ എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന പോലെ രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരം. തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ, തെറ്റ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ, തെറ്റ് ചെയ്ത് മറച്ചു വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് കടന്നു വരുന്നുണ്ടോ? ഒരു ഭാരം, അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന പോലെ. പിന്നെ പറയാം, എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഈ ഒരു അനുഭവം കടന്നു വരുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അനുഭവം കടന്നു വരുന്നെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ മൗനമായിരിക്കാനല്ല, എന്ത് ചെയ്യണം? നമ്മളത് ഏറ്റുപറയോടെ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് നമുക്ക് ഓർമ്മപ്പെടുത്തി വന്നോ? ഏത് തെറ്റ് ഓർമ്മ വന്നോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നമ്മൾ ദൈവത്തിന് ആത്മാവ് നമ്മളെ ചൂണ്ടിക്കാണിച്ചോ? അതിനെന്തെങ്കിലും പരിഹാരം നമ്മൾ ചെയ്തോ? ആ ഒരു ചിന്ത, അതിലൊരു അനുഭവം നമ്മൾ ഉണ്ടാവാൻ. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ പാപത്തെ മറച്ചപ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവം അവിടെ വിവരിക്കുന്നതാ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്തിൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്ത് ഉഷ്ണം പോലെ വറ്റിപ്പോയി. 5-ാം വാക്യം വായിച്ചേ. അപ്പൊ ഇത് മറച്ചു വെച്ചാൽ ഈ ഒരു അനുഭവത്തോടെ നമ്മൾ കടന്നു പോകും. നമ്മൾ ഭാരമാണ്, ഞെരുങ്ങി. പക്ഷെ ഇത് പറയാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താ? നമുക്ക് ആ കൊട്ട വിട്ട് ഒഴിയുവാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. ഈ പാപം നമ്മൾ ദൈവത്തോട് അറിയിക്കുകയോടെ അയച്ചിരണം. ഇനി എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ കൂടി ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. നാദാം പ്രവാചകൻ പറഞ്ഞപ്പോ, നീ ചെയ്ത ആള് നീയാണെന്ന് പറഞ്ഞപ്പോ എന്താ ദാവീദ് പറഞ്ഞേ? എന്താ പറഞ്ഞേ? 2 ശമൂവേൽ 12:13 വാക്യം വായിച്ചേ.
പാപം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. ആ അതിന് നാഥാൻ ദാവീദിനോട്, ആ. യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തില് ഈ തെറ്റിനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോ ന്യായീകരിക്കാൻ പോയില്ല. നമ്മള് ക്ഷമയൊക്കെ ശരിയാ, ഞാൻ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞിട്ട് അപ്പുറത്ത് ഒരു പറയും എന്റെ ഭാഗത്തായിരുന്നു ശരി, പിന്നെ ഞാനൊന്ന് ക്ഷമ പറഞ്ഞെന്നുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യം, ഇങ്ങനെയൊക്കെ ചിന്ത പലപ്പോഴും വരാറുണ്ടല്ലേ. പക്ഷെ ഇവിടെ ദാവീദിന് അങ്ങനെയുള്ള സംശയമൊന്നുമില്ല. ആ പറയണ എന്താ പറഞ്ഞപ്പോ താൻ പറഞ്ഞ എന്താ പറഞ്ഞേ, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. മനസ്സിലായോ? അപ്പോ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മറച്ചു വെക്കുന്നവനെ മറച്ചു വെക്കാതെ, ആ സാക്ഷിവാക്യം 28:13 പറയാ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരത്തില്ല, അവ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ മറച്ചു വെക്കുന്നവന് ഈ ഭാരം കയറി നടക്കുവാണ്. ഇതിനെ ഇറക്കി വെക്കാൻ കഴിയണം, ഇത് ഏറ്റു പറയാൻ കഴിയണം. ഏറ്റു പറഞ്ഞ അവൻ അനുഗ്രഹം. തന്റെ പാപം ഒറ്റ വാക്ക പറഞ്ഞുള്ളൂ അല്ലേ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവന്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു. അപ്പോ ഏറ്റു പറയുന്നവന് എന്ത് വരും, ശുഭം വരുവാനിടയായി തീരും. അപ്പൊ അതുപോലെ യെശയ്യാവ് പ്രവചന പുസ്തകം 1:18 ഇങ്ങനെ പറയാ, നിങ്ങളുടെ പാവം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമുക്ക് കാണുന്ന അനുതാപം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പക്ഷെ അനുതാപത്തിൽ എന്തും കടന്നു വരണം, ഒരു ഏറ്റുപറച്ചിൽ കടന്നു വരണം. ദൈവത്തിൽ നോക്കിയാൽ ഒത്തിരി ആൾക്കാരുണ്ട്. ധൂർത്തുപുത്രനെ നമുക്കറിയാം അല്ലേ, ധൂർത്തുപുത്രന്റെ ഉള്ളിനകത്തൊരു അനുതാപം കടന്നു വന്നു. താൻ അപ്പൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്താ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും ഏറ്റുപറച്ച്. അനുതാപത്തിൽ ഏറ്റുപറച്ച് നമുക്ക് ഉണ്ടായിരിക്കണം. ക്രൂശിലെ ആ കള്ളനെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ, തനിക്ക് മനസ്സിലായി താൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന്. പക്ഷെ പറഞ്ഞു തനിക്കൊരു ഏറ്റുപറച്ചൽ, നീ എന്നെ എന്ത് ചെയ്യണം, താൻ അനുഗ്രഹിക്കപ്പെട്ടുവാനാണ് ഏറ്റത്. പക്ഷെ ഗേഹസീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തേ, തൻ്റെ ജീവിതത്തിൽ താൻ ഈ പറഞ്ഞു വിട്ട നയമാന്റെ ടീമിന്റെ പിന്നാലെ ഉടുപ്പും സ്വർണം പണമൊക്കെ മോഹിച്ച് ചെന്ന് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, കുറച്ച് സാധനം തരുമെന്നൊക്കെ പറഞ്ഞ് ന്യൂട്രലിൽ ഒരു കള്ളൊക്കെ അടിച്ച് കുറച്ച് സാധനം കൊടുന്നപ്പോ പ്രവാഹം ചോദിച്ചു, നീ എവിടേക്കാ പോയായിരുന്നേ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. നീ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഗേഹസിയോട് അത് പറഞ്ഞപ്പോൾ ഗേഹസി എന്ത് ചെയ്തില്ല, ഏറ്റു പറഞ്ഞില്ല. യൂതയെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ യൂതയ്ക്കും തെറ്റ് പറ്റിയപ്പോൾ യൂത എന്ത് ചെയ്തില്ല, അനുതാപം കടന്നു വന്നു. പക്ഷെ ഏറ്റുപറച്ചിലുണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. നമുക്ക് തെറ്റ് വരാം, നമ്മൾ അനുദവിക്കുക മാത്രമല്ല ഏറ്റു പറയാൻ തരണം. അതുകൊണ്ടാണ് സാക്ഷ്യവാക്യത്തിൽ പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ചുമരത്തില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതിന്റെ 6-ാം വാക്യം വായിക്കാം. ഇവിടെ പറയാ, ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലം. നമ്മള് ശലോമോനെ കുറിച്ച് നോക്കുമ്പോൾ ശലോമോൻ സഭാപ്രസംഗിൽ പറയുന്ന ഒത്തിരി കാലം പറയുന്നുണ്ട് അല്ലേ. ചിരിക്കാനുള്ള കാലം, സന്തോഷിപ്പാനുള്ള കാലം, ദുഃഖിക്കാനും ഒത്തിരി കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. സഭാപ്രസംഗി 3:1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ കണ്ടെത്താവുന്ന ഒരു കാലമുണ്ട്, നമുക്കൊരു കാലമുണ്ട്. ഈ കാലത്ത് എന്ത് ചെയ്യണം, പ്രതികരിക്കണം. ഈ കാലഘട്ടം കഴിഞ്ഞു പോകും. നമുക്ക് നോക്കിയറിയാം, നമ്മുടെ 10 വർഷം മുന്നത്തെ സംഗതിയല്ല നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ. ആ പവറും ആരോഗ്യവും മനസ്സുധൈര്യമൊന്നുമല്ല, കാലഘട്ടം കഴിഞ്ഞുകൊണ്ട് വിളിക്കുക. നാളെ സമയം നമുക്കുള്ളതല്ല. അതുകൊണ്ട് കണ്ടെത്താവുന്ന കാലത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനോട് പ്രതികരിക്കണം. ഇനി നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പോകരുത്. അപ്പൊ കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് മനയുടെ മെസ്സേജിൽ നമ്മൾ കേട്ടു അല്ലേ, പ്രശ്നം വരില്ല എന്നുള്ളതല്ല എന്ന് പറഞ്ഞ പോലെ പെരുവെള്ളം കവിഞ്ഞു വരും അല്ലേ. നമുക്ക് നേരെയും പെരുവെള്ളം വരും. പക്ഷെ അവിടെ എന്താ പറയുന്നേ, നിന്റെ അടുക്കളോളം എന്ത് ചെയ്യില്ല, എത്തത്തില്ല. അത് ആരുടെ പെർമിഷൻ വേണം? ഇതാ നമുക്ക് തരുന്ന സന്തോഷം, നമുക്ക് തരുന്ന ഉറപ്പ്. അതാ പെരുവെള്ളം കവിഞ്ഞു വന്നേക്കാം. പെരുവെള്ളം നമുക്കറിയാലേ, വെള്ളത്തെ നമുക്ക് ഒരു കാരണവശാലും തടുക്കാൻ കഴിയത്തില്ല, അത്രയും പവർഫുൾ ആണല്ലേ. ഇത് കവിഞ്ഞു വന്നാലും എന്താ ഒരു ഭക്തന്റെ ഉറപ്പ്, എൻ്റെ അടുക്കലോളം എത്തത്തില്ല എന്ന്. അത് ഉറപ്പ് പ്രാപിക്കുന്ന എവിടെയാ, യേശു, ഈ ദൈവത്തിലുള്ള ആശ്രയമാണ്. അപ്പോ ഈ ഒരു ഉറപ്പ് നമ്മളിലേക്ക് ഉണ്ടാകാനായിട്ട്. ഇനി 7-ാം വാക്യം 11 വാക്യങ്ങൾ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണുന്നത്, തൻ്റെ ജീവിതത്തിൽ ഈ പാപക്ഷമ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ പ്രകടനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഈ പാപക്ഷമയുടെ ഉറപ്പ് ലഭിച്ചാൽ തൈൻ എങ്ങനെ ആകണം, എങ്ങനെ ആകരുത്, ഈ 2 കാര്യങ്ങളാണ് ഈ ബാക്കിയുള്ള കുറച്ച് വാക്യം അതോട് പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു.
അതിൻ്റെ 7 വാക്യം 7ഉം 4 വാക്യം വായിക്കാം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അപ്പോൾ എങ്ങനെയാകണം എന്നറിയോ? അതിൻ്റെ 2 വാക്യം കൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് കിടക്കാം. അതിൻ്റെ 8ഉം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. മതി. നോക്കിയേ, നമ്മൾ എങ്ങനെയായിരിക്കണം? ഈ പാപക്ഷമയുടെ ഉറപ്പ് കിട്ടിയ ദൈവോപായത്തിൽ എങ്ങനെയായിരിക്കണം? 1, നീ എനിക്ക് മറുപടിയിടമാണെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം. 2, നീ എന്നെ കഷ്ടത്തിന് നീ എന്നെ സൂക്ഷിക്കുന്നവനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. 3, എന്ത് ചെയ്യണം? നീ നടക്കേണ്ടുന്ന വഴി എനിക്ക് അതിന് മുന്നേ രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ഇവിടെ ചെറിയൊരു സന്തോഷമല്ല, ഉല്ലാസഘോഷം അതിലേക്ക് നമുക്ക് എത്തണം. അത് നമ്മൾ ഇതിൻ്റെ ആഴം മനസ്സിലായാൽ മാത്രമേ ഉല്ലാസഘോഷത്തിലേക്ക് എത്തുള്ളൂ അല്ലേ? അപ്പോൾ രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് എന്ത് ചെയ്യണം? നീ എന്നെ ചുറ്റിക്കൊള്ളും. പിന്നെ ഞാൻ നിന്നെ നമ്മെ ഉപദേശിക്കും. നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മൾ അനുഭവിക്കാൻ കഴിയുന്നുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും മേൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ചിന്ത ദൈവം നമുക്ക് തരുവാണ്. ഇതിൻ്റെ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. പിന്നെ അവിടെ പറയുക, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി എനിക്ക് എങ്ങോട്ട് തിരിയണമെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. പലപ്പോഴും ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ലായിരിക്കും, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഇവിടെ പറയുക, ഒരു ദൈവത്തിനോട് ഉറപ്പെന്താ? എനിക്ക് നടക്കണമെന്ന വഴി എന്ത് ചെയ്യും? അവൻ കാണിച്ചു തരും, എന്നെ അവൻ ഉപദേശിക്കും. പിന്നെ അടുത്ത് പറയുന്നത് എന്താ? നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുമെന്ന്. നമുക്ക് കിട്ടുന്ന സന്തോഷം നോക്കി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ നമ്മളായിരിക്കും നോക്കി നമുക്ക് എന്തുണ്ടാവണേ? പാസ്റ്റർ എന്നെ നോക്കിയത്, പാസ്റ്ററിന് അടുത്ത മെസ്സേജിൽ എല്ലാവരും നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളെ നോക്കി നമ്മളെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു എന്നുള്ളൊരു ഉറപ്പ് ആർക്കുണ്ടായിരിക്കണം? ഇതാണ് ഒരു ദൈവത്തിന്റെ സന്തോഷം. ഇത്രയും ഒരു ഉറപ്പ് പ്രാപിച്ചാ പിന്നെ വല്ല പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്ത് തീരുമാനിക്കണമെന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നാളെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വഴി കാണിക്കാവോ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാ പറഞ്ഞു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊടുക്കുക, ഞാൻ ചുമക്കും. നമ്മൾ വെക്കാറില്ല. നമ്മുടെ ചിന്ത നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചനയിലാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഉറപ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കും. ഇതിനോട് ചേർന്ന് തന്നെയുള്ള വാക്യങ്ങൾ 19 വാക്യങ്ങൾ അതുകൊണ്ട് വായിച്ചോട്ടെ. ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ എടുത്ത് പറയാം. ഒന്ന്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്ത് ചെയ്യും? നമ്മളൊക്കെ ദൈവത്തിന്റെ ദയ നമ്മുടെ ചുറ്റുമുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. 11 വാക്യത്തിൽ പറയാം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരും ഹൃദയപരമാർത്ഥത്തിൽ വീണ്ടും നേരത്തെ പറഞ്ഞ സംഭവത്തിൽ വരാം. ഇനി അടുത്തേക്ക് കിടക്കാം. ഇനി എങ്ങനെ ആവണം എന്നാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞത്. ഇനി എങ്ങനെ ആവരുത് എന്നുള്ള ഭാഗമാണ് അതിന്റെ 9 വാക്യം. എല്ലാവരും ഒന്ന് വായിച്ചേ വാക്യം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കഴുതിയെ പോലെ ആകരുത്. അവരുടെ സമയങ്ങളായ കടിഞ്ഞാൽ മൂപ്പടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവൻ നമ്മളെല്ലാവരും വായിച്ചേ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കഴുതിയും ആവുന്നല്ലേ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളെന്ന് അങ്ങനെ പറഞ്ഞോ? നമ്മൾ നമ്മൾ വായിക്കണ്ടേ ഞാനെന്ന് ചേർത്ത് വായിക്കണം. ഞാൻ അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ചോദിക്കാൻ പറ്റുമോ? ഞാൻ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കഴുതിയും പോലെ ആകരുത്. അവരുടെ സമയങ്ങളായ ഈ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഉത്തരവാദിത്തമില്ല. നിങ്ങൾ അവരെന്ന് നമ്മൾ പറയണേ, നമ്മുടെ കാര്യമില്ല അല്ലേ, നമ്മുടെ കാര്യമാണ്. ഇനി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ നമ്മൾ ചിന്തിക്കാണ്ടായിരുന്നു. ഒന്ന്, ഇവിടെ 2 മൃഗത്തെ എടുത്തിരിക്കുക. നമുക്കറിയാം, കുതിരേനെ അറിയാം അല്ലേ. കുതിരയ്ക്ക് എന്താ കുതിരയ്ക്ക് അറിയില്ല. കുതിരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ? പവർ ഉണ്ടല്ലേ. കുതിരയും കോവർക്കഴുതിയും നമുക്കറിയാം, കുതിരയുടെയും കഴുതയുടെ ഒക്കെ ഒരു മിക്സ് ആണ് നമുക്കറിയാം. ഇതുപോലെ എന്ത് ചെയ്യരുത്? നമ്മൾ ആകരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അറിയോ? ഞാൻ ചിന്തിച്ചപ്പോൾ, ഒന്ന്, കുതിരയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറയാനുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അവർക്ക് എന്തില്ല? വിവേകമില്ല. ഇത് നമുക്ക് വചനത്തെ കണക്ട് ചെയ്യുകയാണെങ്കിൽ റോമർക്ക് 1:21 വായിച്ചേ. ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ ദൈവമെന്ന് ഓർക്കും
ആ കാണിക്കുകയോ ചെയ്യാതെ ആ. നമ്മുടെ നിരൂപണങ്ങൾ തെറ്റായി തീർന്നു. ആ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്തുപോയി? ആ നോക്കിയേ, വിവേകമില്ലാത്ത ഹൃദയത്തെ. എങ്ങനെയാ? ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവത്തെ 30 വർഷമായി 40 വർഷമായി അറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി കരയറ്റാതെ, ഇത് ഈ കൂട്ടത്തിൽ നമ്മളാണോ? ആണെങ്കിൽ ഇതേപോലെയാണ്. ആരെ പോലെ? കുതിരയുടെയോ കോവർക്കഴുതയോ പോലെയാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി കരയറ്റാതുള്ള യാത്ര വിവേകമില്ലാത്ത ഹൃദയത്തോട് തുല്യമാണ്. ഇനി 2, ഈ കുതിരയിൽ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? അവർക്ക് സ്വയം നിയന്ത്രണമില്ല. പവറുണ്ട്, ഭയങ്കര പവറാ, പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. ചെയ്യുന്ന തോന്നുന്നൊക്കെ കൊണ്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അന്വേഷിച്ചും ഒത്തിരി പേരെ കുറിച്ച് പറഞ്ഞ അത് വാക്യം വായിക്കും. മാർക്കോസ് 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചേ. പലപ്പോഴും അവനെ വിലങ്ങിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ആ അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ് ഉരുട്ടി ഒളിച്ചു കളഞ്ഞു, ആ ഒളിച്ചു കളഞ്ഞു. ആ ആർക്കും അവനെ അടക്കുവാൻ കഴിയും. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഇതാണ് സ്വയം നിയന്ത്രണമില്ലാത്ത അവസ്ഥ. ആർക്കും അടക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ളൊരു പോക്ക. ഒരാളും പറഞ്ഞാൽ എന്തില്ല, കേൾക്കത്തില്ല. ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു പോക്ക്, സ്വയം നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്താ? നമ്മൾ പല കാര്യത്തിലും നമുക്ക് പറയാൻ കഴിയും അല്ലേ? അത് ഒരാളുടെ കാര്യം, നമുക്ക് തന്നെ സ്വയം നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് തുല്യമാണ്. എന്താ? ഈ കുതിരയും കഴുതയും തുല്യമാണ്. ഇനി എന്നെ അടുത്ത ഭാഗത്ത് പറയാണ്, ഇതിനെന്താ? ശക്തിയുണ്ട്, എന്നാൽ ഇതെങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. യുദ്ധകാലമാകയാൽ സ്വയം തത്വത്തിൽ ഉപയോഗിച്ചുകൊള്ളുന്നു. ആ ധീരരാകാതെ കർത്താവിന് ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു. നോക്കിയേ, ഈ കുതിരയ്ക്ക് എന്തുണ്ട്? ശക്തിയുണ്ട്, പക്ഷെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ല. ഇവിടെ പറഞ്ഞിരിക്കുക ദുഷ്കാലമാകിയ സമയം. ഞാൻ വിചാരിച്ചത് നമുക്ക് എല്ലാ ജീവികളിൽ നിന്ന് മനുഷ്യനെയാണ് ദൈവം കൂടുതൽ ഇതിനെല്ലാം ഭരിക്കാൻ വാഴുവാൻ ദൈവം ഏൽപ്പിച്ചത്. പക്ഷെ നമ്മൾ ഇത്രയും പവർഫുൾ ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയും നമുക്ക് ശക്തിയുള്ള ആളാണോ എന്ന് നമ്മൾ മനുഷ്യരെന്ന് ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അനീഷിൻ്റെ മെസ്സേജ് കേട്ടപ്പോൾ അതിനകത്ത് വന്നൊരു ചിന്തയാണ്. അതായത് ഈ യേശു ഗദരേന ദേശം ചെന്നപ്പോൾ ഒരു ഭൂതഗ്രസ്ത ആളെ എന്ത് ചെയ്തു? ആൾക്ക് ഓപ്പോസിറ്റായി കടന്നു വന്നു അല്ലേ? അപ്പോൾ ഇവന്റെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ എത്ര പന്നിയില പോയത്? അത് താങ്ങാൻ പറ്റാതെ കടുതൂക്കത്തോടെ പോയി ചാടിയാ. എവിടെന്നാ പോയത്? ഒരു മനുഷ്യനൊന്നും അല്ലേ? ആ മനുഷ്യന്റെ പവർ നോക്കി, അത്രയും പവർഫുൾ ആയിരുന്നു, അത്രയും താങ്ങാൻ പറ്റുന്നു, അത്രയും ദുഷ്ടാത്മാക്കളെ താങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ 2000-ന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും കയറിയനെ. ഇനി അത് നമ്മൾ മോശയെ നോക്കുകയാണെങ്കിൽ എന്താ അവിടെ പറയുന്നത്? മോശയുള്ള ആത്മാവിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? അടുത്ത 50 പേർക്ക് എന്നൊരു പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നല്ല, നമ്മൾ ഈ കാണുന്ന ഒന്നല്ലെന്നേ. ഭയങ്കര പവർഫുൾ ആൾക്കാരാണ്. ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൂ അല്ലേ? നമുക്കിത് എവിടെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന പ്രശ്നം. നമ്മൾക്ക് കുറെ ഇത് നമ്മൾ എങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആരെ പോലെയാ? കുതിരയെ പോലെയാ, അല്ലെങ്കിൽ കോവർ കഴുതയെ പോലെയാ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും, നമ്മുടെ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കാറുണ്ടോ? ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ഈ ഇത്രയധികം പവർ ഉണ്ട്. ആനയുടെ കേസ് പറഞ്ഞ പോലെ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ നമുക്ക് അറിയത്തില്ല, നമ്മൾ അറിയാണ്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇത്രയും ശക്തി ഒരു മനുഷ്യനിൽ വന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക, നമ്മളിൽ എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധീകരണം പ്രവർത്തിക്കും. പണ്ട് കാലത്ത് ദൈവത്തിൻ്റെ ഭക്തന്മാര് ഈ മുന്നോട്ട് അവർ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളൊക്കെ അവർക്ക് സംഭവിച്ചു. നമുക്കിത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഏടുകൾ അടച്ചു വെക്കാനുള്ള ഒന്നല്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒന്നാണ്. ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. അത് അജുവായൊരു മെസ്സേജിൽ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ കഴിവുകൊണ്ട് തന്ന അളവല്ല, അത് നമ്മുടെ അളവിനേക്കാളും ഉപരി തന്നൊരു സംഭവം അത് അല്ലേ? നമ്മുടെ ചിന്തകൾക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിൽ വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നത്. അപ്പൊ അതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കിയേ, നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിത്തീരണം. ഇനി അവിടെ പറയുക, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയും പോലെ ആകരുത്, അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മൂവപ്പെട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്ന, അല്ലെങ്കിൽ അവ നിങ്ങൾക്ക്. അപ്പൊ നോക്കിയപ്പോ കുതിരയെ കുറിച്ച് നോക്കിയപ്പോ ഈ ചമയങ്ങളായ കടിഞ്ഞാണും മൂവപ്പെട്ടെന്ന് ഒരു ബെൽറ്റ് പോലത്തെ സാധനം കണ്ടില്ലേ കുതിരയുടെ മുഖത്തിരിക്കുന്നത്? അതാണ് ഈ മുഖപ്പെട്ട എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഈ കുതിര
ഓട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കണ്ണിന്റെ അവിടെ ചെറിയൊരു ഷീൽഡ് ഇങ്ങനെ വെക്കും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുതിരയ്ക്ക് നേരെ നോക്കി ഓടാനാ. എങ്ങോട്ട് നോക്കിയിട്ട്? കുതിരയ്ക്ക് നേരെ നോക്കി ഓടാൻ വേണ്ടിയിട്ട് ഷീൽഡ് വെക്കാറുണ്ട്. പക്ഷെ അത് വളരെ അപൂർവമായിട്ടുള്ള സംഗതികളാണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? കുതിര എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അറിയോ? മനുവേല, കുതിരനെ എങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്? കുതിര പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. നാട്ടിൽ പോകുമ്പോൾ കുതിര പുറത്ത് കയറണം കേട്ടോ, അപ്പോൾ വരണം. അപ്പൊ നമുക്കൊരു കയറൊക്കെ ഇങ്ങനെ തരും അല്ലേ? അപ്പൊ കുതിരയ്ക്ക് ഭയങ്കര പവറാണ്. പക്ഷെ ഒരാൾ മുകളിലേക്ക് നാളെ കയറ് പിടിച്ച് ഒരു വരി വരിക്കുമ്പോൾ എന്ത് ചെയ്യും? കുതിര ഒരു ചാടും. അടുത്ത വരി വരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. അപ്പൊ ഈ മുകളിലേക്ക് നാളെ വൈകി തിരിച്ചിരിക്കും. നമ്മളറിയാത്ത പേര് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഇവിടെ പറയുക, ഈ കുതിരേനെ എങ്ങനെയാണ്? ഈ കടിയാണ് ഓപ്പട്ടിയും വെച്ചാണ് പിടിക്കുന്നത് അല്ലേ? ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കാം. പ്രശ്നം വരുമ്പോൾ അങ്ങനെ അച്ചായൻ അമ്മമാരെടുക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ വിഷമിക്കേണ്ടത് ഞാൻ കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കാം. അപ്പൊ അച്ചായന്മാരിങ്ങനെ തകർന്നേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മമാര് പറയും, അച്ഛാ ക്ഷമിക്കേ, വിട്ടേക്ക്, കടിഞ്ഞാണ്. ഞാൻ അവള് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും. എന്നിട്ട് നമ്മൾ പറയണ നമ്മള് കുതിരയില്ലാന്ന് പറയണേ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു, അല്ലെങ്കിൽ കാണായിരുന്നു. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, എവിടേക്കോ കടിഞ്ഞാണുകൾ ഇങ്ങനെ. അത് നേരെ തിരിച്ചും പറയാട്ടോ, ഞാൻ ഇവിടേക്ക് എടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ നമ്മളായിത്തീരരുത്. എങ്ങനെ നമ്മളായിത്തീരണം? ആ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉറപ്പുള്ളവരായി, പാപക്ഷമ ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടെ, ദൈവം എൻ്റെ മറവിടമാകുന്നു, നീ എനിക്ക് മറവിടമാകുന്നു, എന്നെ കഷ്ടത്തിൽ നിന്ന് അവൻ സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് എന്നെ ചുറ്റിക്കൊള്ളും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണെന്നുള്ളൊരു ഉറപ്പിൽ നമ്മൾ മുന്നോട്ട് കടന്നു പോകണം. നമ്മൾ എങ്ങനെ പോരുത്? നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെ, കോവർ കഴുതിയെ പോലെ, വിവേകമില്ലാതെ, സ്വയം നിയന്ത്രണമില്ലാതെ, ശക്തിയുണ്ട് പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അറിയത്തില്ല, ഭയങ്കര പവർഫുൾ ആൾക്കാരെ നമ്മളൊക്കെ ഓരോരുത്തരും അല്ലേ? ഓരോരുത്തർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പലരും നമുക്ക് ഉണ്ട്. നന്നായി പ്രസംഗിക്കാൻ പറ്റുന്നവരുണ്ട്, നന്നായി ആൾക്കാരുടെ അടുത്ത് കെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ത് സംഭവിച്ചിരിക്കുക? ഇതൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുക ഇതേപോലെ. പക്ഷെ ഇവിടെ ആഗ്രഹിക്കുന്ന എന്താ? ഇതിന് നമ്മൾ കടിഞ്ഞാണ് മോപ്പട്ടയിട്ട് വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ പുറത്തേക്ക് എടുക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ നിയന്ത്രിക്കുന്നവരായി നാം മാറരുത്. എങ്ങനെയായി തീരണം? കണ്ടെത്താവുന്ന കാലത്ത് നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ ഒരു അവസരം കിട്ടി. ഇത് ഇന്ന് എനിക്ക് കിട്ടിയതാ, ഞാൻ ഇത് വേണ്ടെന്ന് വെച്ച് എനിക്ക് കിട്ടത്തില്ല. നമുക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരെ ഒരു അവസരം കിട്ടി, വേണ്ടാണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു നമുക്ക് അല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ ഒരു അവസരം നമുക്ക് കിട്ടത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഒരു കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ ഒരു പൊതുവായുള്ള ഒരു പബ്ലിക് മെസ്സേജിൽ കേട്ടതാണ്. നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റും, നാളെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. നമുക്കിപ്പോൾ നടക്കാൻ കഴിയുന്നുണ്ട്, നാളെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ നമുക്കറിയില്ല. നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യമുണ്ട് ഈ ദേശത്ത്, നാളെ നമുക്ക് ഈ സ്വാതന്ത്ര്യം നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. കണ്ടെത്താവുന്ന കാലത്ത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്തോ, പക്ഷെ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മൾ ചിന്തിച്ച് നമ്മുടെ ദൈവത്തോട് കൂടുതലായി പ്രയോജനപ്പെടുവാൻ ദൈവം ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വിരമിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചോളൂ.